ഹലോ, നമസ്കാരം. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയാണിത്. ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിൻ്റെയും ആപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ചിക്കൻ കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്, തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങാ നീരൊക്കെ പുരട്ടി ചിക്കൻ ആദ്യം നന്നായി കഴുകി ഇതൊക്കെ ഇട്ട് നമ്മൾ പുരട്ടി വെച്ചതാണിത്. അരമണിക്കൂർ 3/4 മണിക്കൂറോളം നമുക്കിത് പുരട്ടി വയ്ക്കാം. ഇതിലേക്ക് 5 സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു തക്കാളി അരിഞ്ഞത്, മല്ലിയില, ഇത്രയും സാധനങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ചേർക്കാം. സവാള നന്നായിട്ട് മൂത്ത് വരണം. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ അവനവൻ്റെ പാകത്തിന് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഈ ചിക്കൻ കറി നമ്മൾ ചിക്കൻ മസാല പൊടി ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് തക്കാളി കൂടി ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. തക്കാളി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് നമുക്ക് മിക്സിയിൽ അരച്ച് ചേർക്കാം. ഒരു 10-12 എണ്ണം എടുത്താൽ മതിയാവും. അതും കൂടെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർക്കുമ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രീമി ആയിരിക്കും. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് മല്ലിയില കൂടി ചേർക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.